കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 30. കഷ്ടം ഭവാനെയൊരു പാണ്ഡ്യൻ ഭജിച്ചളവഗസ്ത്യേന നീപദ ശമിപ്പിച്ചതെന്തിനിഹ. നക്രേണ കാൽക്കഥ കടിപ്പിച്ചു പിന്നെയുമതോർക്കാവതല്ല. ഹരിനാരായണായ നമ. ഇവിടെ വേറൊരു കഥയാണ് പറയണത്. ഗജേന്ദ്രമോക്ഷമാണ് ഇവിടെ വിഷയം ആക്കിയിരിക്കണത്. അപ്പോൾ കഴിഞ്ഞേൽ അജാമിളൻ ഇങ്ങനെ ജീവിതമധ്യത്തിൽ ആധ്യാത്മിക തലത്തിൽ നിന്നും അധപ്പതിച്ച് പിന്നെ എന്തോ പൂർവജന്മ സുഹൃതം കൊണ്ടായിരിക്കണം മരണസമയത്ത് നാമസ്മരണത്തിന് സാധിച്ചു, എന്നിട്ട് മോക്ഷവും നൽകി ഇല്ലേ. ഈവൻ ദോ മോശമായിട്ടൊക്കെ കുറച്ചു കാലം ജീവിച്ചാലും അവസാനം പൂർവജന്മ സുഹൃതം കൊണ്ടായിരിക്കണം എന്തായാലും മോക്ഷം അപ്പം തന്നെ ആ ജന്മം തന്നെ കിട്ടി അല്ലേ. എന്നാൽ ഒരു ചീത്തയായിട്ട് ജീവിച്ച ആൾക്ക് മോക്ഷം കിട്ടിയെന്ന് നമുക്ക് അജാമിളൻ്റെ കഥയിൽ നിന്ന് നമുക്ക് അങ്ങനെ തോന്നും അല്ലേ. ഇങ്ങനെയൊക്കെ മോശമായിട്ട് അനവധികാലം ജീവിച്ചിട്ട് അവസാനം മോക്ഷം കിട്ടില്ല. എന്നാൽ എന്താ എന്താ പറയുക, ഒരു ശരിയല്ലാത്ത പോലെ നമുക്ക് തോന്നാൻ അതാണ് പറയണത് കേട്ടോ. അടുത്ത അജാമിളൻ്റെ കാര്യത്തിൽ നല്ലൊരു പൂർവജന്മ സുഹൃതം കൊണ്ട് ചീത്തയായി ജീവിച്ചിട്ടും കിട്ടി എന്നുള്ളത് മനസ്സിലായി. പക്ഷേ എന്തുകൊണ്ട് ഭഗവത് ഭജനം ചെയ്ത് വളരെ ഭക്തനായിട്ടിരുന്ന പാണ്ഡ്യരാജാവായിട്ടുള്ള ഇന്ദ്രദ്യുമ്നനെ അഗസ്ത്യമനിയാൽ ശപിപ്പിക്കപ്പെട്ടതൊക്കെ എന്തിനെ? നല്ല ഭക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്താ അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത്? എനിക്ക് അത്ഭുതമാവുന്നു. എന്തൊക്കെയാ ഭഗവാന്റെ ഇച്ഛകൾ, എന്തൊക്കെയാ ഭഗവാന്റെ ലീലകളാണ് ആർക്കറിയാം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അതാണ് ഇതിൽ പറയണത് കേട്ടോ. കഷ്ടം അങ്ങനെ തുടങ്ങണതല്ലേ, കഷ്ടം. അപ്പം നമുക്ക് അർത്ഥം നോക്കാം. കഷ്ടം ഭവാനിയൊരു എന്നാണ് തുടങ്ങണത് തന്നെ. വെച്ചാൽ ഭക്തനായിട്ടുള്ള ആളേക്ക് ഇങ്ങനൊരു അനുഭവം വന്നുല്ലോ എന്ന്. അപ്പം നമുക്ക് അതിൻ്റെ വാക്കിൻ്റെ ഇതിലേക്ക് പോവാം. സാധാരണ പോലെ ഒരു പാണ്ഡ്യൻ ഒരു പാണ്ഡ്യരാജാവായിട്ടുള്ള ഇന്ദ്രദ്യുമ്നൻ എന്ന ഒരു പാണ്ഡ്യരാജാവ് ഭവാനെ അങ്ങയെ ഭജിച്ചളവ്, അങ്ങയെ ഭജിച്ചും കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അങ്ങയെ ഭജിച്ചിട്ടെന്ന് പോലുമല്ല, അങ്ങയെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഉണ്ടായത്? ഇവിടെ ഭഗവാനെ അങ്ങ് അഗസ്ത്യനാൽ ശപിപ്പിച്ചതെന്തിന്? ആക്ച്വലി ഭഗവാനെ സ്മരിച്ച് സമാധിയിലിരിക്കുകയായിരുന്നു ഇന്ദ്രദ്യുമ്നൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭക്തനെ എന്തിനുകൊണ്ട് അങ്ങ് അഗസ്ത്യ മഹർഷിയെ കൊണ്ട് ശപിപ്പിച്ചത് എന്തിന്? മാത്രമല്ല അങ്ങനെ ശപിപ്പിച്ചെന്ന് മാത്രമല്ല, അതിന് പിന്നീട് നക്രേണ വേറൊരു ജന്മം കൊടുത്തു. ശപിച്ചിട്ട് ഒരാനയുടെ ജന്മം എടുക്കേണ്ടി വന്നു. എന്നിട്ട് ആ ജന്മത്തിലോ നക്രേണ മുതലയെ കൊണ്ട് കടിപ്പിച്ചു, വിഷമിപ്പിച്ചു. കുറേ കാലം മുതലയുടെ കടിയിൽ ഇരിക്കേണ്ടി വന്നു. 1000 സംവത്സരം എന്നാണ് അല്ലേ. അത് ഓർക്കാവതല്ല, അതാലോചിക്കാൻ കൂടി വയ്യ. കഷ്ടം തന്നെ. ഹരിനാരായണായ നമ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ആ കഥ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവിൻ്റെ കഥ പറയാം. പണ്ട് ഇന്ദ്രദ്യുമ്നൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവ് പാണ്ഡ്യരാജ്യത്തുണ്ടായിരുന്നു. അദ്ദേഹം വളരെ വിഷ്ണുഭക്തനാണ്. അപ്പോൾ ഒരു ദിവസം എല്ലാ ദിവസവും നല്ല ഭഗവാനെ ധ്യാനിച്ച് ഏകാഗ്രമായ ഭക്തിയോടുകൂടി സമാധിയിലിരിക്കും അദ്ദേഹം. അത്രയ്ക്ക് ഭക്തിയുണ്ട് എന്നും. അങ്ങനെ ഒരു ദിവസം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് പരിസരം മറന്ന് ഏകാഗ്രബുദ്ധിയോടുകൂടി ഭഗവാനെ തന്നെ സ്മരിച്ചിരിക്കുന്ന സമയത്ത്, ഒബ്ലീവിയസ് ഓഫ് എവരിത്തിങ്, അത്ര
ഏകാഗ്രത ഉണ്ട്. ആ സമയത്ത് അവിടെ അഗസ്ത്യ മഹർഷി ശിഷ്യന്മാരും കൂടി വന്നു. അപ്പോൾ അഗസ്ത്യ മഹർഷിയെ വന്നാൽ സാധാരണ ഇപ്പോൾ അഗസ്ത്യ മഹർഷിയൊക്കെ വലിയ ആളല്ലേ, വലിയ മഹർഷിയല്ലേ, അപ്പോൾ അതിലൊക്കെ വന്നാൽ രാജാക്കന്മാരൊക്കെ സാധാരണ വളരെയധികം ബഹുമാനത്തോടു കൂടി ഒരു അതിഥിയെ സൽക്കരിക്കണേനും കൂടുതലായിട്ട് വളരെ ബഹുമാനത്തോടെ സൽക്കരിക്കുക, അതാണ് പതിവ്. പക്ഷേ ഇന്ദ്രദ്യുമ്നൻ അറിഞ്ഞില്ല. പക്ഷേ അഗസ്ത്യ മഹർഷി വന്നപ്പോൾ തന്നെ ബഹുമാനിക്കുകയും വേണ്ട പോലെ ആതിഥ്യമര്യാദ കാണിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അഗസ്ത്യ മഹർഷി സമാധിയിലിരിക്കുന്നല്ല, അഹങ്കാരം കൊണ്ടാണ് എന്നെ കണ്ടു നടിക്കാത്തതെന്ന് തെറ്റിദ്ധരിച്ചു. എന്നിട്ട് ആ തെറ്റിദ്ധാരണ ശരിയാണോ എന്ന് പോലും നോക്കാൻ തുനിഞ്ഞില്ല. അഗസ്ത്യ മഹർഷി എന്ത് ശപിച്ചു? മത്തനായി, അതായത് അഹങ്കാരിയായിട്ടിരിക്കുന്നത് കൊണ്ട് നീ ഒരു മതയാനയാകെ പോകട്ടെ എന്ന് ശപിച്ചു. ആനയാവട്ടെ എന്ന്. ആന അഹങ്കാരത്തിൻ്റെതായിട്ടാണ് പറയുക. ശരിക്കും പറയാച്ചാൽ അത് ഉണ്ടോയെന്ന് വെച്ചില്ല. പക്ഷെ ആന ഇങ്ങനെ നടക്കണ സമയത്ത് നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു ഇത് തോന്നൂലോ, നല്ല തല പൊക്കി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു നല്ലൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അതിനെ ഒരു അഹങ്കാരമായിട്ട് കരുതുക. അപ്പോൾ അതുകൊണ്ടായിരിക്കണം. മത്തനായില്ലേ നീ, അഹങ്കാര മത്തനായതുകൊണ്ട് നീ മതയാനെ ആവട്ടെ എന്നങ്ങ് ശപിച്ചു. അപ്പം പിന്നെ വലിയ അഗസ്ത്യ മഹർഷിയുടെയൊക്കെ ശാപം ഫലിക്കാതിരിക്കുമോ? അപ്പോൾ ശാപമോക്ഷം കൊടുക്കുമ്പോൾ ഭഗവാന്റെ ദർശനം ഉണ്ടായാൽ, സ്പർശനം ഉണ്ടായാൽ മോക്ഷം കിട്ടുമെന്ന് പറയൂട്ടോ. അതായത് ഇപ്പോൾ നമുക്കതിനെ എങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് രാജാവ് ഭഗവാന്റെ ഇച്ഛ ശരിക്കെന്നെ എന്താണ് നാരായണീയത്തിൽ കുചേലവൃത്തത്തിൽ പറയുന്നുണ്ടല്ലോ, എന്താണ് വിചിത്രരൂപസ്തവ ഖല്ലു അനുഗ്രഹാന്ന്. ഭഗവാന്റെ അനുഗ്രഹം വിചിത്ര രൂപത്തിലാണ്. നമുക്കതിന് അർത്ഥം കാണാനോ എന്തുകൊണ്ടാണെന്നോ എപ്പോഴാണെന്നോ എന്താണ് ഭഗവതി ഇച്ഛ എന്ന് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ ആയിന്ന് വരാം. അതായത് എന്ത് വിചാരിച്ചിട്ടാവാം? അഗസ്ത്യ മഹർഷി തന്നെ അത് വിചാരിച്ചിട്ടായിന്ന് വരാം. അതായത് ഇന്ദ്രദ്യുമ്നൻ എന്നുള്ള രാജാവിന് ഇങ്ങനെ ഒരു മനുഷ്യജന്മത്തിൽ മോക്ഷം കിട്ടണേക്കാളും എളുപ്പമാവും ഇപ്പം ശപിച്ച ഒരു ജന്മം കൂടി കുറച്ച് ദുഃഖം അനുഭവിച്ചാൽ വേഗം ഒരു ജന്മം കൊണ്ടും കൂടി വേഗം മോക്ഷം കിട്ടും. അപ്പം ആ മോക്ഷത്തിനെ ദ്രുതഗതിയിലാക്കാനാണോ? അറിയില്ല. വിചിത്ര രൂപസ്തവ ഖല്ലുനുഗ്രഹം തന്നെയാണ്. രാജാവ് കുറച്ചൊക്കെ രാജാവാകുമ്പോൾ രാജ്യഭോഗങ്ങളൊക്കെ അനുഭവിക്കുമല്ലോ. അപ്പോൾ രാജാവ് രാജ്യഭോഗങ്ങളിലൊന്നും മുഴുകാണ്ട് ഏകാന്ത ഭക്തി ലഭിച്ച് മോക്ഷം ദ്രുതഗതിയിലാക്കാനാണോ എന്നറിയില്ല, നമുക്കറിയില്ല. എന്തായാലും ഈ ശാപം കിട്ടിയ ഉടനെ ആനയായി. പക്ഷേ ഒരു ഗുണം എന്താ വെച്ചാൽ ആനയുടെ ജന്മത്തിലും ഭഗവത് സ്മരണ വിട്ടും നിന്നില്ല. ആരെ? ഈ എന്താ പറയുക, ഇന്ദ്രദ്യുമ്നനെ. ആനയായി, എന്നാലും ഭഗവത് സ്മരണ ഉണ്ട്, ആ പൂർവ്വജന്മ സുഹൃതം. അപ്പം അങ്ങനെ ഒരിക്കൽ ഈ നല്ല തീർത്ഥങ്ങളൊക്കെ ഉള്ളിടത്തൊക്കെ അങ്ങനെ പോവും ആന. അങ്ങനെ ത്രികൂടപർവ്വതത്തിൽ പോയി. അതായത് മാനസസരസിൻ്റെ അടുത്തെന്ന് പറയാം. അവിടെ ഒരു അവിടെ ഒരു ഇതിലേക്ക് അവനവൻ്റെ ഒപ്പമുള്ള ആനകളെയൊക്കെ കൂട്ടി വെള്ളം അന്വേഷിച്ചിട്ടെന്ന് വയ്ക്കാം. വെള്ളം അന്വേഷിച്ച് അവിടെ ഒരു ജലാശയത്തിലെത്തി അതിലേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ അവിടെ മുതലായി വന്ന ആ ആളുടെ കഥ പറയണമല്ലോ ഇപ്പോൾ നമുക്ക്. അപ്പോൾ മുതലായി വന്നത് അവിടെ ഹൂ എന്ന് പറഞ്ഞൊരു ഗന്ധർവനാണ്. പേര് ഹൂ. ആ ഗന്ധർവൻ എന്താ ചെയ്ത വെച്ചാൽ ദേവല മഹർഷി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ മാനസസരസിൻ്റെ കരയിൽ. ആ സമയത്ത് ഭാഗവതത്തിൽ അങ്ങനെ പുറ്റ് വന്നു എന്ന് പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് വേറൊരു ദിക്കിൽ ഞാൻ വായിച്ചു. അതൊരു രസം എന്തായാലും കഥയായിട്ട് പറയാം. ദേവല മഹർഷി അവിടെ ആ മാനസസരസിൻ്റെ കരയിൽ ഇരുന്നിട്ട് നല്ല തപസ് ചെയ്തും കൊണ്ടിരുന്ന് അവിടെ ഇളകാതിരുന്നിരുന്ന് വാൽമീകിയുടെ മേലുണ്ടായ പോലെ പുറ്റുകൊണ്ട് മൂടി ദേവല മഹർഷി. അപ്പോൾ തോന്നില്ല അകത്ത് ഉണ്ടാന്നേ, പുറ്റുകൊണ്ട് മൂടി. അപ്പോൾ ഈ ആ സമയത്ത് ഹൂ എന്നുള്ള ഗന്ധർവൻ കുറേ ഗന്ധർവ സ്ത്രീകളെയും കൂട്ടി മാനസ സരസിൽ കളിക്കാൻ ഇറങ്ങി.
അങ്ങനെ ഈ ജലക്രീഡ ചെയ്യുന്ന സമയത്ത് ദേവല മഹർഷി അല്ല ഈ ഹൂഹുവിന് ഒരു ചീത്ത ബുദ്ധി തോന്നി, പറയട്ടെ, ഒരു വിനാശകാലെ വിപരീത ബുദ്ധി തോന്നി. ഇത് ഭാഗവതത്തിൽ ഇങ്ങനെ ഇല്ല കേട്ടോ, പക്ഷെ ഞാൻ വേറൊരു ഇതിക്ക് വായിച്ചതാണ്. അപ്പോൾ അതിൽ എന്തോ ഒരു ബുദ്ധി വിനാശകാലെ തോന്നിയിട്ട് ഈ പുറ്റിൻ്റെ മുകളിൽ കയറിയിട്ട് വെള്ളത്തിലേക്ക് ചാടാമെന്ന് വിചാരിച്ച് ഈ ദേവല മഹർഷിയെ മൂടിയിട്ടുള്ള പുറ്റിൻ്റെ മീതങ്ങട് കാല് വെച്ചിട്ടേ വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറ്റങ്ങട് പിളർന്നിട്ട് ഈ ഹൂഹു എന്നുള്ള ഗന്ധർവൻ ദേവല മഹർഷിയുടെ തലയിലങ്ങട് കാല് വെച്ചു. ഇത് ഭാഗവതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും അപ്പം ദേവല മഹർഷിക്ക് ദേഷ്യം വന്നിട്ട് ഈ ഗന്ധർവനെ ശപിച്ചു. എന്താവാൻ? മുതലയാവാൻ. അതിപ്പോൾ ഈ ജലാശയത്തിൽ തന്നെ ഉള്ളൊരു മുതലയായി ജനിക്കാനാണ് ശപിച്ചത്. അപ്പോൾ ആ ഹൂഹു പറഞ്ഞ ഗന്ധർവൻ മുതലയായി. ശാപമോക്ഷം വേണം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഭഗവാന്റെ ഇതുപോലെ ഭഗവാൻ വരുന്ന സമയത്ത് നിനക്ക് ഭഗവാന്റെ ചക്രം നിന്നെ തൊടുമ്പോൾ നിനക്ക് ഗന്ധർവൻ്റെ ദേഹം തന്നെ കിട്ടുന്ന ശാപമോക്ഷം കൊടുത്തു. അങ്ങനെ തിരുകൂട പർവ്വതത്തിലത്തെ ആ ജലാശയത്തിൽ ഇങ്ങനെ കളിക്കുകയാണ് ഇന്ദ്രദ്യുമ്നൻ എന്നുള്ള ആന എന്നർത്ഥം. അത് ആനയുടെ ആനക്കൂട്ടത്തിൻ്റെ രാജാവായിരുന്നു, നായകനായിരുന്നു. അങ്ങനെ നല്ല വലിയ ആനയാണ്, എല്ലാവരും തനിക്ക് കീഴിലാണ്. അങ്ങനെയുള്ള ഒരു ആനയാണ് കേട്ടോ, നാഥനാണ് എല്ലാവരുടെയും. അങ്ങനെ ഭാര്യമാരും പിടിയാനകളും കുട്ടികളും എല്ലാവരും കൂടി അവിടെ അങ്ങനെ കളിക്കുകയാണ് രസമായിട്ട് ആ ജലാശയത്തിൽ. ആ സമയത്താണ് ഈ ഗന്ധർവൻ ഹൂഹു എന്നുള്ള ഗന്ധർവൻ മുതലയായിട്ട് സെയിം ജലാശയത്തിലാണ്. പറഞ്ഞില്ലേ, എന്താ വിധി വൈപരീത്യന്നേ പറയാനുള്ളൂ. ഈ ഹൂഹു വന്ന് ഈ ഇന്ദ്രദ്യുമ്നൻ്റെ കാലിൽ, അല്ലെങ്കിൽ ഇന്ദ്രദ്യുമ്നൻ ആനയായിട്ടുള്ള ആ ഇന്ദ്രദ്യുമ്ന രാജാവിൻ്റെ കാലുമ്പിൽ കടിക്കും. എത്രയായാലും കടി വിടുന്നില്ല. ആദ്യമൊന്നും വിഷമമൊന്നും തോന്നിയില്ല, കാരണം അവനവൻ്റെ ശക്തിയിൽ നല്ല വിശ്വാസം ഉണ്ട്. ആനകൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ, എന്തപ്പോൾ മുതൽ എത്ര ചെറുതാണ് എന്ന് വിചാരിച്ച് സ്വയം വിടിയിക്കാനൊക്കെ കുറേ നേരം ശ്രമിച്ചു. ഭാഗവതത്തിൽ ഇത് വിസ്തരിച്ച് പറയുന്നുണ്ട്. അതായത് എത്ര നേരം ശ്രമിച്ചിട്ടും പറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി കൊമ്പനാനകൾ അവരുടെ ഇതിലുള്ള കൊമ്പനാനകളൊക്കെ സഹായിക്കാൻ വലിക്കാനൊക്കെ നോക്കി. എന്നിട്ടും മുതല പിടിവിടണമില്ല, കരയിലേക്ക് കയറ്റാനും പറ്റുന്നില്ല. അത് കഴിഞ്ഞ് അപ്പോൾ കുറേ കൊമ്പനാനകളൊക്കെ ശ്രമിച്ചിട്ട് വയ്യാച്ചപ്പോൾ അവർ പോയി. പിന്നെ പിടിയാനകളെ കുറേ നേരം അവിടെ തന്നെ നിന്നു കൂട്ടായിട്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ വിശപ്പായി, ആനക്കുട്ടികളൊക്കെ. അപ്പോൾ ഗജേന്ദ്രൻ തന്നെ പറയും, എന്താ നിങ്ങൾ പൊക്കോളൂ എന്ന് പറയും. അപ്പോഴേക്കിങ്ങനെ ഭയങ്കര വിഷമായി തുടങ്ങിയിട്ടോ. മനസ്സിലിങ്ങനെ ഭഗവത് സ്മരണയൊക്കെ വന്നു തുടങ്ങി. 1000 കൊല്ലണ്ടായി എന്നാണ് പറയണേ. അപ്പോൾ അവസാനം എന്തിനു പറയണു, എല്ലാവരും പോയി. ഈ ഗജേന്ദ്രനും കാലുമ്പിൽ തൂങ്ങിയിട്ടുള്ള ഈ മുതലയും അതികഠിന വേദനയും. അങ്ങനെ പിന്നെയും കുറേ ശ്രമിച്ചിട്ടൊന്നും മുതലയുടെ പിടിയിൽ നിന്ന് വിടാൻ പറ്റുന്നില്ല. അപ്പോൾ 1000 സംവത്സരം കഴിഞ്ഞു, തളർന്നു, വയ്യാതെയായി തുടങ്ങിയിട്ടോ. അപ്പോൾ നല്ല ഭഗവത് സ്മരണ, കാരണം പൂർവ്വജന്മത്തിൽ അത്ര ഭക്തനായിരുന്നല്ലോ. അപ്പോൾ ആ ഭഗവത് സ്മരണ നല്ലോണം ഉണർന്നു. അപ്പോൾ ആ തടാകത്തിൽ ധാരാളം താമരപ്പൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രദ്യുമ്നൻ എന്നുള്ള, അല്ലെങ്കിൽ ഗജേന്ദ്രൻ, താമര തുമ്പിക്കൈ കൊണ്ട് എടുത്ത് പരബ്രഹ്മസ്തുതിയായിട്ട്, ഭഗവാനെ നിർഗുണബ്രഹ്മമായിട്ട് കണ്ടിട്ട് നല്ലൊരു സ്തുതിച്ചിട്ട് അങ്ങനെ താമരപ്പൂ ചാർത്താൻ തുടങ്ങി. വളരെ വിശേഷമായിട്ടുള്ളൊരു സ്തുതിയാണ് ഗജേന്ദ്ര സ്തുതി. ഭാഗവതത്തിൽ നിർഗുണബ്രഹ്മമായിട്ടാണ് സ്തുതിക്കണം. അതുകൊണ്ട് എന്ത് പറയും, രാവിലെ അത് ചെല്ലാണ് വേണ്ട. ഗജേന്ദ്രമോക്ഷം എപ്പോഴും രാവിലെയാണ് ചെല്ലേണ്ടതെന്ന് പറയും. എന്താ കാരണം വെച്ചാൽ ബ്രാഹ്മ മുഹൂർത്തത്തിലാണ് ആരെ പരബ്രഹ്മത്തിന്, അതായത് നിർഗുണബ്രഹ്മത്തിന് ബ്രാഹ്മ മുഹൂർത്തത്തിലാണ് വേണ്ടതെന്ന് പറയേ. അതുകൊണ്ടാണ് ഗജേന്ദ്രസ്തുതി ചെല്ലുമ്പോൾ രാവിലെ വേണമെന്ന് പറയും. അത് മേപ്പത്തൂരും പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതത് വൃത്തം ത്വാം ച മാം ച പ്രഗേയോ രാവിലെ ഗായൽ സ്വയം ഭൂയസേ ശ്രേയസേസ്യാൽ ഇത്യുക്തൈനം തേന സാർദ്ധം ഗതസ്ഥം യശ്യം വിഷ്ണു പാഹി വാതാലയേശ. രാവിലെ എന്ന് തന്നെ പറയുന്നുണ്ട് മേപ്പത്തൂരും, അല്ലേ, 26ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ എന്നിട്ട് ഗജേന്ദ്ര സ്തുതിച്ചപ്പോൾ ഭഗവാൻ അങ്ങോട്ട്
വളരെ സന്തുഷ്ടനായി പ്രീതനായി ഭഗവാൻ. അങ്ങനെ എന്താണ് ഗരുഡാരൂഢനായിട്ട് അവിടെ അങ്ങോട്ട് എത്തും. എന്നിട്ട് എന്ത് ചെയ്യും വെച്ചാൽ ഇവരെ കരയ്ക്ക് കയറ്റിയിട്ട് ചക്രം കൊണ്ട് വലിച്ച് കയറ്റും. ബാക്കിയൊരൊറ്റ ആനകൾക്കൊന്നും സഹായിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഭഗവാൻ തന്നെ വലിച്ച് കയറ്റും ആനയെ. അപ്പം ഈ എന്താ പറയുക, മുതലയും കയറുമല്ലോ. എന്നിട്ട് ചക്രം കൊണ്ട് ഈ മുതലയുടെ തല അരിയും. അത് അരിഞ്ഞ ഉടനെ ആ മുതലയ്ക്ക് ഹൂഹു എന്നുള്ള ഗന്ധർവൻ തന്നെ ആയിത്തീരും. ആ ഗന്ധർവൻ സ്തുതിച്ച് ഗന്ധർവലോകത്തിലേക്ക് പോവും. അത് കഴിഞ്ഞ് ഭഗവാൻ സ്പർശിക്കും ആരെ? ഈ ആനെ. അപ്പോഴാണ് ആർക്ക്? ഗജേന്ദ്രന് സാരൂപ്യമോക്ഷം കിട്ടും. ഗജേന്ദ്രനപ്പോൾ സാരൂപ്യമോക്ഷം കിട്ടും. അതായത് ഭഗവാനെപ്പോലെ തന്നെ ഇരിക്കും കണ്ടാൽ. അങ്ങനെയായി ഭഗവാന്റെ പാർഷദനായിത്തീർന്നു. അപ്പം നമ്മൾ പറഞ്ഞില്ലേ അജാമിളൻ്റെ വിഷ്ണു പാർഷദന്മാർക്കൊക്കെ സാരൂപ്യമോക്ഷൻ്റെ ഭഗവാനെ പോലെ കാണുക വിഷ്ണു. അപ്പം എന്താണായത്? ഈ ഗജേന്ദ്രൻ അല്ലെങ്കിൽ ഇന്ദ്രദ്യുമ്നൻ ഗജേന്ദ്രനായിട്ടുള്ള ആ ആനയ്ക്ക് സാരൂപ്യമോക്ഷം കിട്ടി. മീൻസ് വിഷ്ണു പാർഷദനാക്കി തീർത്തു. എന്നിട്ട് ഭഗവാന്റെ കൂടെ കൊണ്ടുപോയും ചെയ്യും വൈകുണ്ഠത്തിലേക്ക്. അതാണ് ഈ കഥ. അപ്പോൾ ഇതിലിപ്പോൾ എന്താണ് പറയുന്നത് വെച്ചാൽ, ആ മുതലയ്ക്കും ശാപമോക്ഷം വേണമല്ലോ, ആൻഡ് ഈ ആനയ്ക്കും ശാപമോക്ഷം വേണം. അതുകൊണ്ടാണ് ആ മുതലയെ കൊണ്ട് കടിപ്പിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഭക്തന്മാർക്ക് ഏത് പ്രകാരത്തിലാണ് ഭഗവാൻ ഗതി കൊടുക്കുക എന്ന് നമുക്കറിയില്ല. ഏത് വിധാണ് എന്നില്ല, ഒരു നിയമമില്ല. അതുപോലെ എനിക്കും പരമഗതി നൽകണേ ഹരിനാരായണായ നമാന്നാണ് ആര്? എഴുത്തച്ഛൻ പറയണത്. എന്താച്ചാൽ പിന്നെ എഴുത്തച്ഛൻ പറയുന്നുണ്ട്, ഈ പൂർവജന്മ സുഹൃതം കൊണ്ട് ഹരിഭക്തി ഈ ആനയായിട്ടും ഉള്ളിലുണ്ടായിരുന്നുവല്ലോ. 1000 വർഷം ഇങ്ങനെ അത്ര ഓർമ്മിച്ചില്ല. പക്ഷേ തീരെ യാതൊരു നിവൃത്തിയില്ലാണ്ടായപ്പോഴെങ്കിലും ഭഗവാനെ ഓർമ്മിച്ചു. തളർന്ന് തൻ്റെ ശക്തിയിലുള്ള അഹങ്കാരമൊക്കെ അടങ്ങി. എന്നിട്ടാണ് സ്തുതിച്ച് സാരൂപ്യമോക്ഷം ലഭിച്ച് വിഷ്ണു പാർഷദനായി പറഞ്ഞത്. അപ്പോൾ ഇത്ര ദുഃഖം അനുഭവിക്കേണ്ടി വന്നു ഭക്തനായിട്ടും. അങ്ങനെ ഈ ഭക്തനായിട്ട് പോലും ദുഃഖം അനുഭവിക്കേണ്ടി വന്ന രാജാവിനെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവണു, അത്ഭുതമൊക്കെ ആവണമെന്നാണ്. എനിക്ക് അങ്ങനത്തെ ദുഃഖം അനുഭവിക്കേണ്ടി വരരുതേ എന്ന പ്രാർത്ഥന ഉണ്ടെന്ന് പറയാം. അതൊന്നും നമുക്ക് വേണ്ടി പറയാമെന്നല്ലാതെ, കാരണം എഴുത്തച്ഛൻ ആത്മജ്ഞാനിയാണ്. എഴുത്തച്ഛന് ഇപ്പം അങ്ങനെ ഒരു ദുഃഖം വരുമെന്നൊന്നും പേടിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് വേണ്ടി, നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി ഈശ്വര എനിക്ക് അങ്ങനെ ദുഃഖം വരരുതേ എന്ന് പ്രാർത്ഥിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഭഗവാന്റെ ഇച്ഛ ആർക്കറിയാം? ഭഗവാനെ ഹരിനാരായണായ നമ എന്നേ ഉള്ളൂ എന്ന് പറയാം. അതായത് ഈ ഇന്ദ്രദ്യുമ്നൻ വിഷ്ണു ഭക്തനായിരുന്നു എന്നുള്ളത് വളരെ ഇവിടെ പ്രധാനമാണ് കേട്ടോ. അതോ അജാമിളൻ ആദ്യത്തെ 25 കൊല്ലമൊക്കെ നല്ല സാത്വികനായിട്ട് ജീവിച്ചു വെച്ചാലും പിന്നെ കുറേ കൊല്ലം മഹാമോശമായിട്ട് ജീവിച്ചിട്ട് പോലും ആ ജന്മത്തെ തന്നെ മോക്ഷം കൊടുത്തു. എന്നാൽ ഇന്ദ്രദ്യുമ്നൻ ഇത്ര ആയിട്ടും എന്തുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നു? ശാപം കിട്ടി, 1000 സംവത്സരം മുതലയുടെ കടി. അതെ. അപ്പോൾ അജാമിലിന് മോക്ഷം കൊടുത്തു ഭക്തനായിട്ട് ഇന്ദ്രദ്യുമ്നൻ എന്താ അങ്ങനെ എന്ന് ചോദിക്കുന്നതായിട്ട് തോന്നാം നമുക്ക്. അതിന് ഒന്നാമത് ഇന്ദ്രദ്യുമ്നൻ ഏത് ആധ്യാത്മിക തലത്തിലാണെന്നും അജാമിളൻ ഏത് ആധ്യാത്മിക തലത്തിലാണ് ഈ ജന്മത്തിൽ നിന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇതിനൊന്നൊരു ശരിക്കുള്ളൊരു ഉത്തരം ഭഗവതി ഇച്ഛ എന്ന് പറയാൻ തന്നെ നമുക്ക് നിവൃത്തിയുള്ളൂ. പിന്നെ പലപ്പോഴും നമുക്ക് ശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് ദുഃഖം തരണമെന്നുണ്ടല്ലോ. അപ്പോൾ അത് തന്നെ 26-ാം അധ്യായത്തിൽ മേൽപ്പത്തൂരൻ അതന്നെ പറയണ്ട, ശാന്ത്യർത്ഥം ഹി ശാന്തിദോസി സ്വകാനാം എന്ന്, അല്ലേ? അപ്പോൾ അപ്പം നമുക്കിതിന്ന് എന്താ ഒരു വരണതെല്ലാം നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുക നമുക്ക് പറ്റുള്ളൂ. കാരണം ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശം ഇല്ല എന്ന് തന്നെ പറയണം. കാരണം നമ്മുടെ പ്രാരബ്ധ കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് നമുക്ക് എങ്ങനെയാണ്
ഇപ്പം ഞാൻ പറയാം ഇന്ദ്രദ്യുമ്നന് ശരിക്കും ഭാഗ്യമാണെന്ന് നമുക്ക് പറയാം. എന്താ കാരണം അറിയോ? ഇന്ദ്രദ്യുമ്നനിപ്പോൾ സാധാരണ നിലയ്ക്ക് 5-6 ജന്മം എടുക്കേണ്ടി വരണത് മോക്ഷം സ്പീഡപ്പ് ചെയ്തുല്ലോ അല്ലേ? വേഗം കിട്ടി മോക്ഷം അല്ലേ? അല്ലപ്പോൾ അങ്ങനെയും പറയാമെന്ന് പറയാണ് ഞാൻ. അപ്പോൾ ഈ എൻ്റെ ഗജേന്ദ്രമോക്ഷം എന്താ പറയുക, ഈ വാഴക്കുന്നത്തിൻ്റെ അതിൽ ശരിക്കും അതന്നെ പറയണ്ട വിഷ്ണു ഭാഷതനായി എന്നുള്ളത്. എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അത് മുഴുവൻ ചെല്ലണില്ല. ആ ഭാഗം ഞാൻ ചെല്ലാം. എന്താണ് മുന്നിലേവം ഹരിയെ താൻ മിന്നി മിന്നി കണ്ടു ചക്രപാണി പാണി സ്പർശാൽ നക്രപാശം പോട്ടി പച്ചിലദ്രുപ്രഭയോടും സച്ചിദിന്ദ്രദ്യുമ്നൻ പുഞ്ചിരിത്തു മലർത്തൂകി പൊഞ്ചിലമ്പാണിഞ്ഞു. അതായത് ഭഗവാനെ പോലെ എല്ലാം ആയി എന്ന് പറയണ്ടേ. നെഞ്ചിലാടും മാല കാഞ്ചി അഞ്ചിത പൊൻപട്ടും കങ്കണവുമാണിഞ്ഞുടൻ പങ്കജാക്ഷാംഘ്രിയിൽ വീണു ബാഷ്പം തൂകി തൂകി കേണുമുത്തിൽ മുങ്ങി 2 താക്ഷ്യന്മാരിലേറി 2 പേരുമൊപ്പം. ഒരു ഗരുഡനും കൂടി വന്നു. 2 താക്ഷന്മാരായി. ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ആദ്യം സാരൂപ്യമോക്ഷം കൊടുത്തു, എന്നിട്ട് ഭഗവാൻ ഇരിക്കാനൊരു താക്ഷൻ ഗരുഡൻ, ഈ ഇന്ദ്രദ്യുമ്നന് ഇരിക്കാനൊരു ഗരുഡൻ, 2 താക്ഷന്മാരിലേറി. എന്നിട്ടോ അല്ലല്ലേ, എന്നിട്ട് നല്ലോണം 2 ഗരുഡനും ഒപ്പം പറന്നുപോയി കൊണ്ടത്തിലേക്ക്. എന്നിട്ട് പോണ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. നോക്കൂ, അല്ലലെന്നേ പരസ്പരം സല്ലപിച്ചും കൊണ്ട് നീലവർണ്ണം ചേർന്ന വാനിൽ ചേലിയറ്റി പൊങ്ങി. അപ്പോൾ ബ്രഹ്മാവും കൂടി അമ്പരന്നു എന്ന് പറയണു വാഴക്കുന്നം. എന്താ അറിയോ? അമ്പകന്നോരുമ്പർക്കോനും അമ്പരന്നോടുമ്പോൾ. ഇന്ദ്രൻ അത്ഭുതപ്പെട്ടു. പിന്നെയോ അഗ്നി തൊട്ടു ദേവവർഗം നോക്കി നോക്കി നിൽക്കേ എൻ മനസ്സും കവർന്നോരാ ചിന്മയന്മാർ പോയി. ഈ ചരിതം പാടിയതാം വാഴകുന്നം വെൽക എന്നാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ കുറേ ഉണ്ട് കേട്ടോ. ആദ്യം തൊട്ട് നല്ല രസമാണത്. എന്തൊരു രസമാണ്. ഞാൻ അവസാനത്തെ ആ ഭഗവാൻ സ്വരൂപം തന്നെ ആയിത്തീർന്നു എന്നുള്ളത് എത്ര നന്നായിട്ട് മലയാളത്തിൽ വാഴകുന്നം പറഞ്ഞത് ഞാൻ വായിച്ചു എന്നല്ലോ. എനിക്ക് പാടാനൊന്നും അറിയാത്തതുകൊണ്ട് ആ ഭാഗം വായിച്ചാൽ മതി വെച്ചിട്ടേ. അപ്പോൾ നമുക്കറിയില്ല ഭഗവാന്റെ പ്ലാൻ ഓരോരുത്തർക്കും വേണ്ടിയിട്ടും ഓരോന്നാണ്. അത് നമ്മുടെ ആത്മാവിന് എന്താണ് ആവശ്യം എന്ന് ഭഗവാൻ അറിയാം, നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയണത്, വരുന്നതൊക്കെ നമുക്ക് ശ്രേയസ്കരാണെന്നാണ് ഭക്തന്മാർ വിശ്വസിക്കുക എന്ന് പറയും. അതാണല്ലോ ഭക്തി. ആക്സെപ്റ്റൻസ് എന്നുള്ളതാണ് ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ആക്സെപ്റ്റൻസ്. അതായത് ഈ വരുന്നതൊക്കെ എൻ്റെ ആത്യന്തിക നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുക. അതായത് എൻ്റെ ആത്മാവിന് ഈ ഒരു അനുഭവം ആവശ്യമായിരിക്കാം. എനിക്ക് ഭഗവാന്റെ അടുത്ത് എത്തുന്നതിൻ്റെ വേഗത കൂട്ടാനും ഭഗവാന്റെ അടുത്ത് എന്നെ എത്തിക്കാനും എൻ്റെ ഈ ആത്മാവിന് ഈ അനുഭവം ആവശ്യമായതുകൊണ്ട് അതെനിക്ക് ശ്രേയസ്കരായിട്ടുള്ളത് തന്നെയാണ് എന്ന് വിചാരിച്ച് വരുന്നതിനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ തന്നെയാണല്ലോ ഭക്തി. അപ്പോൾ അതും കൂടി ഇതിൽ ഈ ഗജേന്ദ്രമോക്ഷം കഥയിലുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ എന്താണ് ഇങ്ങനെയൊക്കെ ഇത്ര നല്ലൊരാൾക്ക് എന്താ ഇങ്ങനെയൊക്കെ വരണമെന്ന് നമ്മളെപ്പോലെ സാധാരണക്കാരെ പോലെ എനിക്കത് ഓർക്കാൻ തന്നെ വയ്യേ, അങ്ങനെ ഒരു ഭക്തൻ എങ്ങനെ വന്നതാന്നൊക്കെ എഴുത്തച്ഛൻ പറയണത്. എഴുത്തച്ഛൻ അങ്ങനെ തോന്നുന്നുണ്ടാവില്ല, വലിയ ജ്ഞാനിയല്ലേ. നമ്മളെപ്പോലുള്ളവർക്ക് തോന്നണത് എഴുതിയെടുക്കാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും അതാണ്
വളരെ നല്ലൊരു കഥയാണ്. അപ്പോൾ നമുക്ക് ഉത്തരം ചിലപ്പോൾ കിട്ടില്ല, നമുക്ക് വരണേനും ബാക്കിയുള്ളവർക്ക് വരണേനും ഒക്കെ എന്നുള്ളൊരു ഇതും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 31 കൂടി വായിച്ച് ഈ സെഷൻ ഇവിടെ നിർത്താം. 30-ാമത്തെ അല്ലേ, നോക്കട്ടെ, എൻ്റെ പേജ് പോയിട്ട്. കഷ്ടം ഭവാനയൊരു പാണ്ഡ്യൻ ഭജിച്ചളവഗസ്ത്യേന നീപദ ശപിപ്പിച്ചതെന്തിനിഹ നക്രേ. അതുപോട്ടെ, എന്താണ് അഗസ്ത്യൻ ശപിച്ചു എന്നല്ല, പിന്നെ മുതലെ കൊണ്ട് കടിപ്പിക്കുകയും ചെയ്തുവല്ലോ. നക്രേണ കാൽക്കഥ കടിപ്പിച്ചു പിന്നെയും അതോർക്കാവതല്ല. ഹരിനാരായണായ നമഃ. ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.